കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം. ശ്ലോകം 1. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ യാങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതി നാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമഃ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. അപ്പോൾ നമുക്ക് ഇത് സംസ്കൃതം പോലെ നമുക്ക് ഇതിൽ അന്വയം പറയൊന്നും വേണ്ട. പക്ഷേ എങ്കിലും ഓരോ വാക്കിൻ്റെയും ആദ്യം അർത്ഥം മാത്രം ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് കുറച്ചും കൂടിയും പറയാൻ പറ്റുകയെന്ന് ഞാൻ ശ്രമിക്കാമെന്ന് മാത്രം. ഓങ്കാരം എന്ന് പറഞ്ഞാൽ ഓം എന്ന ആ പ്രണവ അക്ഷരം, ഓം എന്ന നാദബ്രഹ്മം എന്നൊക്കെ പറയില്ലേ, ആ അക്ഷരത്തിന് തന്നെയാണ് ഇപ്പോൾ ഓങ്കാരം എന്ന് പറയുന്നത്. പൊരുൾ പറഞ്ഞു വെച്ചാൽ എസൻസ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ ആ പൊരുള പറയൂല, എസൻസ് അല്ലെങ്കിൽ അർത്ഥം എന്നോ അല്ലെങ്കിൽ ഉണ്മ എന്നൊക്കെ പറയാം. അപ്പോൾ പിന്നെ ആങ്കാരമായ പൊരുൾ, പിന്നെയോ മൂന്നായി പിരിഞ്ഞു എന്ന്. ആ പിന്നെ എന്താണ് ഈ ഇതുണ്ടല്ലോ, ഈ ശബ്ദനാദബ്രഹ്മം മൂന്നായിട്ട് പിരിഞ്ഞു. പിന്നെയോ ആങ്കാരമായി, ആങ്കാരം വെച്ചാൽ ഇവിടെ അഹങ്കാരം എന്നാണ്. 3 തരം അഹങ്കാരം, അതായത് സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. സത്വരജസ്തമോ ഗുണങ്ങൾ, അതായത് മായയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നൊക്കെ നമ്മൾ ഇതിൽ കണ്ടുല്ലോ ഭാഗവത്തിൽ. ആ അഹങ്കാരം 3 അഹങ്കാരങ്ങളായി പിരിഞ്ഞു. എന്നിട്ടോ ആ പിരിയുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആദ്യം 1 ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അതിൽ നിന്ന് 3 അഹങ്കാരം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ. അതിന് സാക്ഷിയായിട്ട് ആദ്യം ഉണ്ടായിരുന്ന ആ ഓംകാര ബ്രഹ്മം തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. അതായത് ആ ഒന്നുമില്ല, അദ്വൈതമായിട്ട് രണ്ടാമതൊന്നില്ലാത്ത ആ ബ്രഹ്മത്തിൽ നിന്ന് അഹങ്കാരം 3ആയി പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ 3 തരം അഹങ്കാരമായി പിരിഞ്ഞു എന്ന് പറയുമ്പോൾ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. ആ 3ആയി പിരിഞ്ഞതിന് സാക്ഷി വേറെ ആരുമില്ല, ആ ബ്രഹ്മം തന്നെ ഉള്ളൂ. അതാണ് താൻ തന്നെ സാക്ഷി, ആ പ്രണവം തന്നെയാണ് സാക്ഷി. വെറും വിറ്റ്നസ്സാണ് കേട്ടോ, ജസ്റ്റ് വിറ്റ്നസ്സാണ്. എന്നാൽ അത് ബോധം വരുത്തുന്നതിന്, അതായത് ഈ സത്യം നമ്മൾ ഈ ദേഹമല്ല, ആ പരമാത്മാവാണ് അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയാണെന്നുള്ള സത്യം ബോധം വരുത്തുന്നതിന് ആളായി, കാരണമായിട്ട് ആരാണ്? നമുക്ക് ആ ജ്ഞാനം, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആ പരമാത്മാവ് തന്നെയാണ്, ഞാൻ പരബ്രഹ്മം തന്നെയാണ് എന്ന അറിവ് നമുക്ക് തരാനും ആ ബ്രഹ്മം തന്നെയുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ആളായിട്ട്, അതിന് കാരണമായി ആരാളത്? ആ ബ്രഹ്മം വെച്ചാൽ ബ്രഹ്മം രൂപം പൂണ്ട ആര്? പരമാചാര്യ രൂപത്തിലുള്ള ഹരിനാരായണ നമസ്കാരം എന്ന്. ബ്രഹ്മം തന്നെയാണ്, പക്ഷേ ബ്രഹ്മരൂപിയാണ് ഭഗവാൻ. എങ്ങനെയാണ്? ശരിക്കും അരൂപിയാണ് ബ്രഹ്മം. പക്ഷേ അരൂപിയായിട്ടുള്ള ആ ബ്രഹ്മം രൂപിയായിട്ടുള്ള ഹരിനാരായണനായിട്ട്, രൂപം എടുത്ത ഹരിനാരായണനായിട്ട് ഭഗവാനായിട്ട് അവതരിക്കുക. നമ്മൾ നാരായണീയത്തിൽ കണ്ടുല്ലോ, പരബ്രഹ്മം തന്നെ ഗുരുവായൂരപ്പനായിട്ട് വന്നതാണെന്ന് മേപ്പത്തൂർ പറഞ്ഞില്ലേ. അത് തന്നെയാണ് ഇവിടെ പറയണത്. അതായത് ഈ ലോകത്തിൻ്റെ സൃഷ്ടി നടത്തിയത് ആ ശക്തിയിൽ നിന്നാണ്. പക്ഷെ ആ ശക്തി തന്നെയാണ് ശക്തി വെറും സാക്ഷിയായിട്ട് നിൽക്കണേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്നാണ് ഇതുണ്ടായത്. അതിന് സാക്ഷി മാത്രമായി നിൽക്കുന്ന നിർഗുണ ബ്രഹ്മം തന്നെയാണ് ഇവിടെ ഹരിനാരായണൻ എന്ന സഗുണ ബ്രഹ്മം. അതായത് സത്വഗുണം സ്വീകരിച്ച് ഒരു ശരീരം എടുത്ത ഹരിനാരായണൻ എന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ പരബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ പരമാചാര്യനായിട്ടുള്ള ആ ഗുരു തന്നെയാണ് ഇതിന് സാക്ഷിയായി നിന്നിരുന്നത്. അപ്പം നമുക്ക് ഈ ശരീരമല്ല, ഞാൻ ആ പരമാത്മാവ് തന്നെ എന്ന ബോധം നമുക്കുണ്ടാക്കുന്നതിനും, അറിഞ്ഞാൽ പോരാ,
അറിയാൻ എളുപ്പമാണല്ലോ. പുസ്തകം വായിച്ചാൽ നമുക്ക് ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ശരീരമൊന്നുമല്ല എന്നുള്ളത്, അതാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ പോരാ. മനസ്സിനതീതായി പോയിട്ട് ഞാൻ ബ്രഹ്മാണെന്നുള്ള അനുഭവം വേണം. ഇവിടെ വേറെ ഒന്നുമില്ല, എല്ലാം സർവം ബ്രഹ്മമയാണെന്നുള്ള അനുഭവം ഉണ്ടാക്കി തരാൻ പരമാചാര്യനായിട്ടുള്ള ഈ ഭഗവാന് മാത്രമേ പറ്റുള്ളൂ. ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പിന്നെ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറയാച്ചാൽ. ഇനി നമുക്ക് അതിനെ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക വെച്ചാൽ, ഓങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ പെർവേഡിങ് ബ്രഹ്മം. അതിന്ന് 3 അഹങ്കാരം ഉണ്ടായി. അത് ശരിക്കും പറയാച്ചാൽ നമ്മൾ സൃഷ്ടിയിൽ കണ്ടുല്ലോ, ആ പരബ്രഹ്മം മാത്രം, അല്ലെങ്കിൽ നമ്മൾ ഭഗവാൻ യോഗനിദ്രയിലെന്നൊക്കെ പറയുള്ളൂ, ആ സ്ഥിതിയിൽ നിന്ന് ഒന്നുമില്ല ലോകത്തിൽ വേറെ. ആ അദ്വൈത ശക്തിയായിട്ട് ഭഗവാൻ വർത്തിക്കുകയാണ്. നമുക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബ്രഹ്മം എന്ന് പറയാത്തത്. പരബ്രഹ്മ ആ അദ്വൈത ശക്തി മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ ഭഗവാൻ എന്നുള്ള രൂപം എടുക്കുകയാണെങ്കിൽ ഭഗവാന് സൃഷ്ടി ലീലകൾ നടത്തണം തോന്നി. അപ്പം അവനവനിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന മായയെ ഈക്ഷണം ചെയ്തു വെച്ചാൽ എനർജി കൊടുത്തു മായയ്ക്ക്. അപ്പോൾ ഈ സത്വരജസ്തമോ ഗുണങ്ങൾ സമതുലിതാവസ്ഥയിൽ ഈക്വിലിബ്രിയത്തിൽ ആയിരുന്നു. അപ്പോൾ സൃഷ്ടിയൊന്നും നടന്നിരുന്നില്ല. ഭഗവാന്റെ എനർജി കൊടുത്തപ്പോൾ അതിൻ്റെ ഈക്വിലിബ്രിയം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് മഹത്തത്വം, നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞതാണല്ലോ അല്ലേ, എന്താണ് നമ്മൾ തൈരിൽ നിന്ന് വെണ്ണ വേർപെടുന്നത് പോലെ മഹത്വത്വം വേർപിരിഞ്ഞു. ആ മഹത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി, ഞാൻ എന്ന ബോധം ഉണ്ടായി. അത് അഹംബോധം, അതായത് ഞാൻ വേറെയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ, അതാണ് അഹംബോധം. ആ അഹംബോധത്തിൽ നിന്ന് ഞാൻ എൻ്റെ എന്നും കൂടി ആയപ്പോൾ എന്തായി? അഹങ്കാരായി. ആ അഹങ്കാരമാണ് പിന്നെ 3 പിരിഞ്ഞതെന്നൊക്കെ നമ്മൾ സൃഷ്ടിയിൽ കണ്ടു. ഇപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ ആ ബ്രഹ്മത്തിൽ നിന്ന് 3 അഹങ്കാരം ഉണ്ടായി എന്ന് പറയുന്നുള്ളൂ. ആ മറ്റേ മഹത്വത്വം ഉണ്ടായ സ്റ്റെപ്പൊക്കെ വിട്ടു. പക്ഷേ ആ പിരിഞ്ഞതിന് സാക്ഷിയായിട്ട് ഈ പരബ്രഹ്മം സാക്ഷിയായി നിന്നതേ ഉള്ളൂ. അല്ലാണ്ട് സാക്ഷി മാത്രമായിട്ടുള്ള ഉണ്മയാണ് പരബ്രഹ്മം. എന്നാൽ ആ സാക്ഷി മാത്രമായിട്ടുള്ള ഉണ്മ തന്നെയാണ് ഞാൻ എന്ന അറിവുണ്ടാക്കി തരാനും ആ പരബ്രഹ്മത്തിനെ കഴിയൂ. ആ പരമമായ ആചാര്യരൂപത്തിലുള്ള ആ ഹരിനാരായണനായിട്ടുള്ള ഹരിവയ്ക്ക് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഓങ്കാരം എന്ന ഈ ഓങ്കാരം കൊണ്ട് തുടങ്ങുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ, ഈ ഗണപതി നമ്മളെ ഓങ്കാരത്തിൻ്റെ ഒരു പിന്നെ ഓങ്കാരത്തിനെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ നമ്മൾ ഗണപതി ഭഗവാനെയും പിന്നെ കാണാറുണ്ട്. അതായത് ഗണപതി ഭഗവാന്റെ പാദങ്ങൾ പിന്നെ എന്താണ് അകാരം ആണ്. 3 ശബ്ദമുണ്ട് ഓം എന്നുള്ളതിൽ, അകാരം, ഉകാരം, മകാരം. അപ്പോൾ ഗണപതി ഭഗവാന്റെ പാദങ്ങൾ അകാരവും, ഉദരം ഉകാരവും, ശിരസ് മസ്തിഷ്കമണ്ഡലം എന്നോ ശിരസ്സെന്ന് പറയാം, അത് എന്താണ് പിന്നെ മകാരമാണ് എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും പറയാച്ച ആദ്യത്തെ ശ്ലോകം ആയതുകൊണ്ട് ഗണപതി ഭഗവാനെയുള്ള വന്ദനയാണെന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ഇത് പറയാട്ടോ, ഇതിൽ അങ്ങനെ പറയാം. അപ്പോൾ അതും കൂടി അതിലുണ്ടാ പറയുക. ഗണപതി ഭഗവാനെ സാധാരണ നമ്മൾ വിഘ്നേശ്വരനെ, അപ്പോൾ ഇതിലും അങ്ങനെ നമുക്കിതിൽ പറയാം. ഗണപതിയായിട്ടും പിന്നെ ഗണപതി ഭഗവാനുള്ള വന്ദനയായിട്ടും ഈ ഓമിനെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പിന്നെന്താണ് ഇത് കാര്യങ്ങൾ, അതായത് ഈ 3 പിരിഞ്ഞു എന്നുള്ളതിന് പല അർത്ഥങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ബാലകൃഷ്ണൻ നായർ സാറ് പറയണത് എന്താ വെച്ചാൽ, ഇതിനെ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടാക്കി തരണ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. അപ്പം ജാഗ്രതനെ നമ്മൾ രജോ ഗുണമായിട്ട്, അതായത് അകാരം ഉകാരം മകാരം പറഞ്ഞില്ലേ, അകാരാണ് ജാഗ്രത, രജോ ഗുണം. പിന്നെ എന്നുള്ളത് ഉകാരാണ് സത്വഗുണം, മകാരം അജ്ഞാനാണ്, അതായത് ഉറങ്ങിക്കഴിഞ്ഞാൽ അജ്ഞാനാണല്ലോ. അതായിട്ട് പിരിഞ്ഞു എന്നും പറയണ്ട. കാരണം എന്താ അറിയോ, പ്രപഞ്ചം നമ്മൾ അനുഭവിക്കുന്നത് ഈ 3 സ്റ്റേജിലാണ്. ഒരേ ഞാൻ തന്നെ അനുഭവിക്കണം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഭാഗവതത്തിൽ കണ്ടുല്ലോ. അതായത് ഉണർന്നിരിക്കുന്ന സമയത്ത് ശരിക്കും എല്ലാ സമയത്തും 2 ഞാൻ ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം കേട്ടോ. ഒന്ന് ദേഹാഭിമാനിയായിട്ടുള്ള ഞാൻ, നമുക്ക് ദേഹാന്നേ അറിയുള്ളൂ, നമ്മൾ ദേഹാന്ന പരമാത്മാവ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയേണ്ടതേ ഉള്ളൂ. പക്ഷേ ശരിക്കും എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ ആലോചിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്.
ദേഹാഭിമാനിയായിട്ടുള്ള ഞാനും ഉണ്ട്, പിന്നെ ശരിക്ക് ആ ഞാനിനെ കാണുന്ന പരമാത്മാവും ഉണ്ട്, ശരിക്കുള്ള ഞാനും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ജാഗ്രതയിലാണെങ്കിൽ നമുക്ക് ദേഹാഭിമാനം മാത്രമേ ഉള്ളൂ, ഒട്ടും നമുക്കത് മനസ്സിലാക്കാൻ തന്നെ പറ്റില്ല. ഈ ഞാൻ ദേഹാഭിമാനിയായിട്ടുള്ള എന്നെ സാക്ഷിയായി നോക്കി നിൽക്കണ ഒരു ശരിക്കുള്ള ഞാൻ ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ സ്വപ്നത്തിൽ അത് വളരെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മൾ പറഞ്ഞല്ലോ. അതായത് സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്നം കാണുന്ന ഞാനും ഉണ്ട്, ആ സ്വപ്നം കാണുന്ന എന്നെ കാണുന്ന ഒരു ഞാനുണ്ട്. എന്താ കാരണം വെച്ചാൽ സ്വപ്നം കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. അത് ആ ദേഹാഭിമാനിയായിട്ടുള്ള ഞാനാണ്. ഇപ്പോൾ പേടി സ്വപ്നം വെച്ചാൽ പേടിയാവും. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഹേയ്, വെറും സ്വപ്നമായിരുന്നു. അപ്പോൾ അത് വെറും സ്വപ്നമായിരുന്നു എന്ന് അറിഞ്ഞതാണ് ശരിക്കുള്ള ഞാനേ. അപ്പോൾ ജാഗ്രതയിൽ അത് മനസ്സിലാവില്ല, ജാഗ്രതയിലുണ്ട് ശരിക്കുള്ള ഞാൻ സാക്ഷിയായിട്ട്. പക്ഷെ സ്വപ്നത്തിൽ നമുക്ക് സാക്ഷിയായിട്ടുള്ള എന്നെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. കാരണം ഉണർന്നു കഴിഞ്ഞാൽ ആ ദേഹാഭിമാനിയായിട്ടുള്ള ഞാനിനെ സമാധാനമായി. എന്ത്? ഓ, അത് വെറും സ്വപ്നമായിരുന്നു എന്ന്. പക്ഷെ ആ സ്വപ്നം കണ്ടത് ഓർമ്മയുള്ളത് ആരാ? ആ സ്വപ്നം കാണുമ്പോൾ കാണുന്ന എന്നെ കാണുന്ന സാക്ഷിയായി നിന്നിരുന്ന ഇതുണ്ട്. അതേപോലെ തന്നെയാണ് ഡീപ്പ് സ്ലീപ്പിൽ സുഷുപ്തിയിലും അങ്ങനെയാണ്. ഈ ശരിക്കുള്ള ഞാൻ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉറങ്ങണത് കാണുന്നുണ്ട്. ദേഹാഭിമാനിയായിട്ടുള്ള ഞാൻ ഉറങ്ങണത് ഉറങ്ങാതെ കാണുന്ന ഒരു ഞാൻ ഉണ്ട്, ശരിക്കുള്ള ഞാനുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ രാവിലെ നീട്ടാൽ ഞാൻ സുഖമായി ഉറങ്ങി പറയും. ഉറങ്ങുമ്പോൾ നമുക്ക് ശരിക്കും ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഈ ദേഹാഭിമാനിയായിട്ടുള്ള ഞാൻ ഉറങ്ങിയ പിന്നെ എന്തെങ്കിലും അറിയോ? ഇല്ല. പക്ഷേ ഞാൻ സുഖമായി ഉറങ്ങിയെന്ന് അറിയുന്ന ഉറങ്ങാത്തൊരു ഞാനുണ്ട്. അതാണ് ബാലകൃഷ്ണൻ നായർ പറഞ്ഞത്, മൂന്നായി പിരിഞ്ഞു എന്നുള്ളതിനെ പ്രപഞ്ചാനുഭവം ഉണ്ടാക്കി തരുന്ന മൂന്ന് ജാഗ്രത, സ്വപ്നം, സുഷുപ്തിയായി എന്നും പറയാം. രജോ ഗുണം, തമോ ഗുണം. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ മറ്റേത് പറയുമല്ലോ, അതായത് പിന്നെ രജോ ഗുണം ബ്രഹ്മാവ് സൃഷ്ടി, പിന്നെ സത്വഗുണം വിഷ്ണു സ്ഥിതി, തമോ ഗുണം ശിവൻ സംഹാരം. അതുമുണ്ട്, അത് നമുക്കറിയാലോ. അപ്പോൾ പല അർത്ഥങ്ങളും ഉണ്ട്. പിന്നെ അത് എന്താ വെച്ചാൽ ഒന്നും കൂടി നമ്മളത് മനസ്സിലാക്കാം. ഇതെന്ന് എന്താ വെച്ചിട്ടുണ്ടോ, ഈ ബ്രഹ്മം പരിണാമല്ല, ബ്രഹ്മം പരിണമിച്ചിട്ട് മൂന്ന് അഹങ്കാരങ്ങളാവുകയല്ല ചെയ്തത്. ബ്രഹ്മം തന്നെയായി നിന്നിട്ട് വെറും വിവർത്താണ്. അതിന് നല്ലൊരു ഉദാഹരണം ഉണ്ട്, നമ്മൾ ഭാഗവതത്തിലും കണ്ടു. എന്താ അറിയോ? സൂര്യൻ നല്ല തെളിഞ്ഞ ആകാശത്തിൽ സൂര്യൻ പ്രകാശിച്ച് നിൽക്കുന്നുണ്ടെന്ന് വെച്ചോളൂ. അനവധി ജലപാത്രങ്ങൾ ഉണ്ടെന്ന് വെച്ചോളൂ. വേണമെങ്കിൽ നമുക്കൊരു അധികം ഇളകാത്ത എന്തായാലും കുറേ ജലം നിറച്ച പാത്രങ്ങളുണ്ട്. ചെറിയ പാത്രം, വലിയ പാത്രം, ഈവൻ കിണർ അല്ലെങ്കിൽ ഒരു തടാകം ഒക്കെ ആവാം. എല്ലാ ജലാശയങ്ങളിലും ഈ സൂര്യൻ്റെ പ്രതിബിംബം ഉണ്ടാവും. ചെറിയ പാത്രത്തിലാ ചെറുത്, വലിയ പാത്രത്തിലാച്ചാൽ വലിയ സൂര്യൻ. നിശ്ചലമായിട്ടുള്ള വെള്ളമാണെങ്കിൽ നല്ല ക്ലിയറായിട്ട് കാണും. അല്ല ഇളകണ വെള്ളം ചളിയുള്ളതൊക്കെ ആണെങ്കിൽ ഒന്നും കാണുന്നില്ല എന്നുള്ള പോലെയാണ്. കുറേശ്ശെ അങ്ങനെ കാണും, കുറേശ്ശെ ഇളകാച്ചാൽ ആ സൂര്യനും ചാടണ പോലെ, അങ്ങനെയല്ലേ? അപ്പോൾ ഓരോ പ്രതിബിംബത്തിലും ഓരോ പോലെയാണ് ഈ സൂര്യൻ്റെ പ്രതിബിംബം. അപ്പോൾ പ്രതിബിംബം എങ്ങനെയാണെങ്കിലും അതിൻ്റെ എവിടെയാണ് ഉള്ളത്, ഇളകണുണ്ടോ ചണ്ടിത്തുണ്ടോ എന്നുള്ള അനുസരിച്ചിട്ട് ബിംബത്തിൻ്റെ ക്ലാരിറ്റിയൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ ആകാശത്തുള്ള സൂര്യനെ അതൊന്നും ബാധിക്കില്ല. ആകാശത്തുള്ള സൂര്യൻ വെറും സാക്ഷി. ഇതെല്ലാം പ്രതിബിംബങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതേപോലെയാണ് ബ്രഹ്മം യാതൊരു മാറ്റവും ഇല്ലാതെ അവിടെ സാക്ഷി മാത്രമായിട്ട് വർത്തിക്കുകയാണ്. നമ്മളെല്ലാം മായയിലത്തെ പ്രതിബിംബങ്ങളാണ്. നമ്മൾ മാറി പലതരത്തിലുള്ള ആൾക്കാർ അവരുടെ കർമ്മവാസന അനുസരിച്ച് കർമ്മബന്ധങ്ങൾ അനുഭവിക്കാനായിട്ട് നല്ല ആൾക്കാരെ ചീത്ത ആൾക്കാരെ, നല്ലതും ചീത്തയും കൂടി നമ്മളുണ്ട്. അതൊന്നും ബ്രഹ്മത്തിനെ ബാധിക്കില്ല. കാരണം നമ്മളൊക്കെ ഈ വെള്ളം മായയാണെന്ന് വിചാരിച്ചോളൂ. അതിലത്തെ പ്രതിബിംബമല്ലേ ഈ ബിംബങ്ങൾ. അതുപോലെയാണ് നമ്മൾ മായയിലത്തെ പ്രതിബിംബങ്ങളാണ് നമ്മൾ. അതൊന്നും ബ്രഹ്മം പരിണമിച്ചതല്ല, ബ്രഹ്മത്തിൻ്റെ വിവർത്താണ്. പക്ഷെ എന്താണ് കാരണം വെച്ചാൽ മായ കാരണം നമുക്ക് നമ്മൾ ആ ബ്രഹ്മം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവണില്ല. അപ്പം നമ്മൾ പ്രതിബിംബം തന്നെയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്.
ഇപ്പോൾ അത് വേറൊരു ഉദാഹരണവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിൽ. അപ്പോൾ നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണ് ചോട്ടെ, കണ്ണാടിയിൽ നമ്മളെ ശരിക്കും കാണുമല്ലോ, പക്ഷെ അത് ശരിക്കുള്ള നമ്മളല്ലല്ലോ. അപ്പോൾ നമ്മൾ മായയാണെന്ന് വിചാരിച്ചോളൂ കണ്ണാടി. ആ കണ്ണാടി അങ്ങോട്ട് മാറ്റിയാൽ നമ്മൾ ശരിക്കുള്ള നമ്മളേ ഉള്ളൂ. പക്ഷെ കണ്ണാടി ഉള്ള സമയത്ത് നമുക്ക് ആ പ്രതിബിംബം കാണാം ഇല്ലേ? ആ പ്രതിബിംബത്തിൽ നമ്മൾ കണ്ണാടിയിൽ കാണുന്ന സമയത്ത് ആ പ്രതിബിംബത്തിൽ ഒരു പൊട്ട് തൊടിയിക്കുക, ആ പ്രതിബിംബത്തിൽ കണ്ണെഴുതിക്കുക ചെയ്താൽ നമ്മളെ മേലാവോ? ഇല്ലല്ലോ. അതായത് ഈ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണ ആൾ സാക്ഷി മാത്രമാണ്, മറ്റേതാ പ്രതിബിംബം. അതുപോലെയാണ് സൂര്യൻ്റെ കാര്യം പറഞ്ഞില്ലേ, സൂര്യനും ബാക്കി മുഴുവൻ പ്രതിബിംബം. അതുപോലെയാണ് നമ്മൾ. ആ ബ്രഹ്മത്തിൻ്റെ മായയിലത്തെ പ്രതിബിംബങ്ങളാണ് ഈ ജീവാത്മാക്കൾ മുഴുവൻ. പക്ഷേ മായയുടെ ആവരണം കാരണം, മായയ്ക്ക് രണ്ട് ശക്തി ഉണ്ട്, ഒന്ന് ആവരണവും വിക്ഷേപവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മായ എന്താ ചെയ്യുക വെച്ചാൽ ആ ശരിക്കുള്ള ബ്രഹ്മത്തിനെ ഇങ്ങോട്ട് മറയ്ക്കും എന്ന് മാത്രമല്ല, എന്താ മായയുടെ ഒരു കരാറ് വെച്ചാൽ അതിനെ മറയ്ക്കും, ആവരണം ചെയ്യുന്ന മാത്രമല്ല, എന്നിട്ട് അതിൻ്റെ സ്ഥാനത്ത് സത്യമല്ലാത്ത ഒന്നിനെ സ്ഥാപിക്കുകയും ചെയ്യും. അതാണ് വിക്ഷേപം. പരമാത്മാവിനെയാണ് മറച്ചിട്ട് ഞാനാണ്, ഈ ദേഹമാണ് ഞാൻ എന്നുള്ള തോന്നൽ വരുത്തുകയും ചെയ്യും മായ. അപ്പം അതാണ് ഈ ഞാൻ ദേഹമാണെന്നുള്ള തോന്നലിനെ മാറ്റി ഞാൻ ആ പരമാത്മാവ് തന്നെയാണ്, സാക്ഷി മാത്രമായിട്ടുള്ള പരമാത്മാവിനെ ബോധം വരുത്തണമെങ്കിൽ ആ പരമാത്മാവ് തന്നെയായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം വേണം. ശരിയല്ലേ? അതാണ് അതിൽ പറഞ്ഞതേ. അപ്പോൾ ഈ അജ്ഞാനത്തെ നീക്കിയാലല്ലേ നമുക്ക് ജ്ഞാനം ഉദിക്കുള്ളൂ. അതിനാണല്ലോ ഗുരു വേണ്ടത്. അതാണല്ലോ ഗുച്ചാൽ അന്ധകാരം, അന്ധകാരത്തിനെ മാറ്റുന്ന ആളാണ് ഗുരു. അപ്പം നമുക്ക് ഈ മായയാകുന്ന അന്ധകാരത്തിനെ മാറ്റണമെങ്കിൽ അതിന് മായയ്ക്ക് അതീതനായി നിൽക്കുന്ന ഭഗവാന് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് അരൂപിയാണെങ്കിൽ ബ്രഹ്മം എന്ന് പറയാം, രൂപത്തോടു കൂടിയാണെങ്കിൽ ഭഗവാൻ പറയാം. ആ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഞാൻ ഹരിനാരായണനെ നമസ്കാരം. പിന്നെ ഈ ഒരു ശ്ലോകത്തിൽ അതും കൂടിയും പറയണം. എന്താ അറിയോ, ഹരി എന്ന് പറഞ്ഞു വെച്ചാൽ ഇനി എല്ലാറ്റിലും നമുക്കത് പറയണ്ട. ഹരി പറഞ്ഞു വെച്ചാൽ എന്താ? ഹരിക്കുന്ന ആൾ. അതായത് താപത്രയങ്ങളെ മുഴുവൻ, ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികമായിട്ടുള്ള എല്ലാ താപങ്ങളെയും, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാ താപങ്ങളെയും ഹരിക്കുന്ന ആൾ എന്ന് ആണ് ഏറ്റവും നല്ല അർത്ഥം ഹരി എന്നുള്ളതിന്. പക്ഷേ കുറച്ചുകൂടി പിന്നെ നമ്മൾ ഇലാബറേറ്റ് ആകുമ്പോൾ നമുക്ക് പറയാം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളും കൂടിയും ചെയ്യുന്ന ആളാണല്ലോ ഹരി, അങ്ങനെയും പറയാം. പക്ഷേ ഒരു ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന, നശിപ്പിക്കുന്ന, ഹരിക്കുന്ന ആളാണ് ഹരി. അതൊന്ന്. പിന്നെ നാരായണൻ എന്നുള്ള അർത്ഥത്തിന് പല ശബ്ദമുണ്ട്, അർത്ഥമുണ്ട്. അതായത് ജീവൻ, ജലം, പിന്നെ നമ്മളൊക്കെ പ്രജകൾ, ഈ എല്ലാവരും, പിന്നെ നമ്മുടെ ശരീരം എന്നൊക്കെ അർത്ഥമുണ്ട്. ഏതർത്ഥമാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവാത്മാവായി പിന്നെ എന്താണ് വർത്തിക്കണ ആള് നരൻ, നമ്മളെ ഉള്ളിലെ ജീവാത്മാവായിട്ടുള്ള ആളെന്നും, ജലത്തിൽ നാരം ച ജലം എന്നും അർത്ഥമുണ്ട്, ജലത്തിൽ കിടക്കുന്നവനെന്നും, മനുഷ്യ ശരീരം കൈക്കൊണ്ട് അവതാരം എടുക്കുന്നവനെന്നും ഒക്കെ അർത്ഥമുണ്ട് നാരായണൻ എന്നുള്ളതിന്. പല പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ കാരണജലത്തിൽ കിടക്കുകയാണ് എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ ജീവാത്മാവായിട്ട് എല്ലാവരുടെയും അന്തര്യാമിയായി വർത്തിക്കുന്നു എന്നുള്ള അർത്ഥം വരും. പിന്നെയോ മനുഷ്യ ശരീരം, അതായത് സത്വഗുണം സ്വീകരിച്ച്, മായയിലത്തെ സത്വഗുണം സ്വീകരിച്ച് മനുഷ്യ ശരീരം എടുത്ത ഭഗവാൻ എന്നൊക്കെ അർത്ഥമുണ്ട് നാരായണന്. പിന്നെ അപ്പോൾ ഹരിയും നാരായണനും നമുക്ക് മനസ്സിലായല്ലോ. ഹരി പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും ഹരിക്കുന്നത്, നാരായണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കുന്നതെന്നോ, അല്ലെങ്കിൽ അവതാരമെടുത്ത് സത്വഗുണം സ്വീകരിച്ച്, നിർഗുണനായിട്ടുള്ള ഭഗവാൻ സത്വഗുണം സ്വീകരിച്ച് അവതാരം ലോകനന്മയ്ക്കായി എടുത്ത് ശിഷ്ടന്മാരെ രക്ഷിക്കുകയും ദുഷ്ടന്മാരെയും പിന്നെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ള അങ്ങനെയുള്ള അർത്ഥമുണ്ട്. ഇനി നമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൂടി നമുക്ക് പറയണം. ഭാഗവതത്തിൽ നമ്മൾ കണ്ടുല്ലോ, നമസ്കാരം പോലെ വലിയ ഒരു വന്ദനം വേറെ ഒന്നുമില്ല എന്ന് നമ്മൾ വായിച്ചു ഭാഗവതത്തിൽ. അപ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും വലിയ വന്ദനം നമസ്കാരമാണ്. എന്താ കാരണം വെച്ചാൽ ഞാൻ രണ്ടുണ്ട് എന്ന ബോധം ഉണ്ടെങ്കിലല്ലേ നമസ്കാരത്തിനൊരു പ്രസക്തിയുള്ളൂ. ഞാനും ഭഗവാനും വേറെ എന്ന് നമുക്ക് തോന്നുന്ന സമയത്തെ നമസ്കാരത്തിന് പ്രസക്തിയുള്ളൂ.
ഞാൻ ഭഗവാൻ തന്നെ ആയി തീർന്നാൽ പിന്നെ ഞാൻ ആരെ നമസ്കരിക്കും? രണ്ടാമതൊന്നുമില്ല. അപ്പോൾ ഈ നമസ്കാരത്തിന് വലിയ അർത്ഥമാണ്. കാരണം ഞാൻ വേറെ ഭഗവാൻ വേറെ എന്ന് തോന്നുന്നിടത്തോളം കാലം നമുക്ക് നമസ്കരിച്ചു കൊണ്ടേയിരിക്കണം. എന്താ വെച്ചാൽ ഒന്നേ ഉള്ളൂ വെച്ചാൽ അപ്പോൾ നമസ്കരിക്കേണ്ട പ്രശ്നമില്ല. നമസ്കരിച്ച് ഞാൻ ഭഗവാനെ ആയി തീർന്നാൽ പിന്നെ നമസ്കാരം വേണ്ട. പക്ഷെ അതുവരെ വേണം. അപ്പോൾ ഞാൻ ബ്രഹ്മൻ തന്നെയാണ്, രണ്ടാമതൊന്നുമില്ല എന്ന അനുഭവം ഉണ്ടാകുന്നവരെ നമസ്കാരം തുടരണം. അപ്പോൾ എന്താ അത് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഈ ദേഹാഭിമാനമാണ് എപ്പോഴും ഞാൻ, എൻ്റെ ഈ ബോഡി. അതായത് ആദ്യം ഞാൻ ഈ ദേഹമാണെന്നുള്ള ദേഹാഭിമാനം, പിന്നെ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടിയോള്, എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എപ്പോഴും. അപ്പം ഇതിലെന്താ ഈ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഞാനും എൻ്റെ എന്ന് ഞാൻ വൃഥാ അഭിമാനിക്കുന്ന എല്ലാറ്റിനെയും ഞാനിതാ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു എന്നാണ് ശരിക്കും നമസ്കാരത്തിൻ്റെ അർത്ഥം. അതായത് ഞാൻ എന്ന ബോധത്തിനെയും ഞാൻ എൻ്റേതെന്ന് വൃഥാ വിചാരിക്കുന്ന സർവ്വത്തിനെയും ഞാനിതാ സമർപ്പിച്ച് നമസ്കരിക്കണമെന്ന്. അതുകൊണ്ടാണ് നമസ്കാരമാണ് ഏറ്റവും വലിയ ബന്ധനം. അതായത് നമുക്ക് ത്രിപുടി മുടിയുക എന്ന് പറയും. അതായത് ഈ നമസ്കരിക്കുന്ന ആളും നമസ്കരിക്കപ്പെടുന്ന ആളും, അതായത് ഭഗവാനും നമസ്കാരം എന്ന ആ പ്രോസസ്സും എല്ലാം കൂടി ഒന്നാവണ അവസ്ഥ മീൻസ് നമ്മൾ ഭഗവാൻ തന്നെ ആയിത്തീരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ബ്രഹ്മൻ തന്നെ ആയിത്തീരുന്ന അവസ്ഥ ആണ് ത്രിപുടി മുടിയൽ. അപ്പോൾ നോച്ചൂർ സ്വാമി എപ്പോഴും പറയാറുണ്ട്, ത്രിപുടി മുടിയുന്നത് വരെ നമുക്ക് നമസ്കാരം വേണം. അതിന് ഏറ്റവും വലിയ വന്ദന അതാണ്. അവനവൻ്റെ എന്ന് കരുതുന്ന എല്ലാവനെയും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള നമസ്കാരം. അപ്പോൾ ഹരിനാരായണ നമ എന്നുള്ളത് വളരെ പ്രധാനം. അത് എല്ലാ ശ്ലോകത്തിലും എഴുത്തച്ഛൻ പറയണമുണ്ട്. അപ്പം ഇതിപ്പോൾ ഒരു പ്രാവശ്യം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തതിൽ ഹരിനാരായണ നമ നമുക്ക് പറഞ്ഞാൽ മതി. അപ്പം അതിൻ്റെ ആ നമസ്കാരത്തിൻ്റെ ശക്തി നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിട്ട് ഹരിനാരായണ നമ എന്ന് പറയണം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കൂ, കാഴ്ചദ്രവ്യങ്ങളൊക്കെ നമുക്ക് ഭഗവാനെ വെച്ച് നമസ്കരിക്കും. അതായത് അതൊന്നും നമ്മളുടെ അല്ല, ശരിക്കും ഒന്നും ഞാനല്ല, എൻ്റെ അല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് നമസ്കാരേ. ഞാനെന്ന് അഭിമാനിക്കുന്നത് നാം ശരീരത്തിനല്ലേ ശരിക്കും. ആ ശരീരത്തെ, അതായത് തന്നെ അർപ്പിക്കലാണ് നമസ്കാരം. അപ്പോൾ ആ നമസ്കാരത്തോടു കൂടിയാണ് ആദ്യത്തെ ശ്ലോകം. അതിൽ ഗണപതി വന്ദനം പെടുന്നുണ്ട്, വിശ്വവന്ദനം എല്ലാം ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് ആദ്യത്തെ ശ്ലോകം അവസാനിപ്പിക്കണത്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും പറയാൻ, എന്നാലും എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ പറയുകയാണ്. അപ്പം ഞാൻ ആ ശ്ലോകം ഒന്നും കൂടി വായിച്ച് ഇന്നത്തെ നമുക്ക് അവസാനിപ്പിക്കാം. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെയാങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമഃ. ഇതിൽ നമുക്ക് ഭാഗവതം ചെയ്തുകൊണ്ട് വളരെ പല കാര്യങ്ങളും നല്ല എളുപ്പം ആയിട്ട് വരുന്ന എനിക്ക് തോന്നുകയാണ്. ഞാൻ ഇത്രത്തോളം വായിച്ചോളം. ഏതായാലും എല്ലാവരും എല്ലാ തെറ്റുകളും പൊറുക്കണം. എന്തെങ്കിലും തെറ്റോ കുറ്റോ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതെനിക്ക് പേഴ്സണലായിട്ട് അറിയിച്ചാൽ പിറ്റേ ദിവസം തന്നെ ഞാൻ ആ ശ്ലോകത്തിനെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണ ഗ്രൂപ്പിൽ പറഞ്ഞ് ഇടാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.